ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും 9ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ 4ാം ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് ഗുണന സമവാക്യങ്ങളുടെ രണ്ടാമത്തെ ടോപ്പിക്കായ ക്രിയാവിശേഷങ്ങൾ സ്പെഷ്യൽ ഓപ്പറേഷൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 ചോദ്യങ്ങളുടെ സൊല്യൂഷൻസ് ആണ് കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലവും ഒറ്റസംഖ്യ തന്നെയാണെന്ന് എങ്ങനെ തെളിയിക്കാം? How do we prove that the product of two odd numbers is always an odd number? ഇത് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. ഞാൻ ഒറ്റസംഖ്യ ഓഡ് നമ്പറിനെ O എന്നെഴുതുകയാണ്, ഇരട്ടസംഖ്യയെ E എന്നും എഴുതുകയാണ്. അപ്പോൾ ഒറ്റസംഖ്യയോട് ഒറ്റസംഖ്യ കൂട്ടിയാൽ നമുക്ക് ഇരട്ടസംഖ്യയായിരിക്കും കിട്ടുക. 3 + 5 = 8. ഒറ്റസംഖ്യയോട് ഇരട്ടസംഖ്യ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒറ്റസംഖ്യയായിരിക്കുമോ? 3 + 4 7. ഇനി ഇരട്ടസംഖ്യയോട് ഒറ്റസംഖ്യ കൂട്ടിയാലും ഒറ്റസംഖ്യയായിരിക്കില്ലേ? എക്സാമ്പിൾ 6 + 5 എന്നെടുക്കാം, 11 ഒറ്റസംഖ്യ. ഇനി രണ്ട് ഇരട്ടസംഖ്യകൾ കൂട്ടി നോക്കൂ, അപ്പൊ നമുക്ക് ഇരട്ടസംഖ്യയായിരിക്കും കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവിടെ കൂട്ടുന്നതിന് പകരം ഗുണിച്ചു നോക്കിയാലോ? അപ്പോൾ ഒറ്റസംഖ്യ ഗുണിക്കണം ഒറ്റസംഖ്യ, ഒറ്റസംഖ്യ ഗുണിക്കണം ഇരട്ടസംഖ്യ, ഇരട്ടസംഖ്യ ഗുണിക്കണം ഒറ്റസംഖ്യ, ഇരട്ടസംഖ്യ ഗുണിക്കണം ഇരട്ടസംഖ്യ. ഒറ്റസംഖ്യയെ ഒറ്റസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഒറ്റസംഖ്യ തന്നെ ആയിരിക്കും. ഉദാഹരണം 3 × 5 15. ഇനി ഓഡ് നമ്പർ ഇൻറ്റു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആയിരിക്കും. ഉദാഹരണം 3 × 4 12. അപ്പോൾ ഈവൻ നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. എക്സാമ്പിൾ 4 × 3 12. ഇനി രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 × 8, അപ്പോൾ ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഗുണിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്, കൂട്ടുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ഒറ്റസംഖ്യകളുടെ ഗുണനഫലം ഒറ്റസംഖ്യ തന്നെ ആയിരിക്കും എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഫസ്റ്റ്, എക്സാമിൻ സം എക്സാമ്പിൾസ്. ഒന്നാമത്തെ ഉദാഹരണം, ഫസ്റ്റ് നമ്പർ 3ഉം സെക്കൻഡ് നമ്പർ 5ഉമാണെങ്കിൽ അവയുടെ ഗുണനഫലം 3 × 5 15 ആയിരിക്കും. ഇത് ഓഡ് നമ്പർ, ഒറ്റസംഖ്യയാണ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, ഫസ്റ്റ് നമ്പർ 7, സെക്കൻഡ് നമ്പർ 9,
അവരുടെ പ്രൊഡക്റ്റ് 7 ഇൻറ്റു 9 63. അതും എന്താണ്? ഓഡ് നമ്പറാണ്. ഇനി തേർഡ് എക്സാമ്പിൾ, നമുക്ക് ഒന്നാമത്തെ സംഖ്യ 11 എന്നും രണ്ടാമത്തെ സംഖ്യ 13 എന്നും എടുക്കാം. അപ്പോൾ 11 ഇൻറ്റു 13 143. അതും ഒറ്റ സംഖ്യ എന്ന് കിട്ടി. അതായത് എല്ലാ ഗുണനഫലങ്ങളും ഒറ്റ സംഖ്യകളാണെന്ന് കാണാം. We can see that all the products are odd numbers. Okay. ഇനി ഒറ്റ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാലും മിച്ചം ഒന്നായിരിക്കും. ഏത് ഓഡ് നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നായിരിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ 15 തന്നെ എടുക്കാം. 15 എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 പ്ലസ് 1 ആയിരിക്കും. 15ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹരണഫലം 7 ആണ്, റിമൈൻഡർ 1 ആണ്. 63 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 31 പ്ലസ് 1 ആണ്. 2 ഇൻറ്റു 31 62 പ്ലസ് 1. 143 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 71, അപ്പോൾ 142 പ്ലസ് 1. അപ്പോൾ നമുക്ക് ഏത് ഒറ്റ സംഖ്യയുടെയും പൊതുരൂപം 2k പ്ലസ് 1 എന്ന് പറയാം. Okay. Any odd numbers can be written in the form of 2k plus 1. ഇനി നമുക്ക് 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണ് വേണ്ടത്, പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യയെ m എന്ന ചരം ഉപയോഗിച്ചും രണ്ടാമത്തെ ഒറ്റ സംഖ്യയെ n എന്ന ചരം ഉപയോഗിച്ചും നമുക്ക് എഴുതാം. നമുക്ക് m, n എന്നീ ചരങ്ങൾ ഉപയോഗിക്കാം. Let us use variables m and n. അപ്പോൾ ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഫസ്റ്റ് ഓഡ് നമ്പർ ഈക്വൽ ടു 2m പ്ലസ് 1. രണ്ടാമത്തെ ഒറ്റ സംഖ്യ സെക്കൻഡ് ഓഡ് നമ്പർ ഈക്വൽ ടു 2n പ്ലസ് 1, 2n പ്ലസ് 1. ഇനി ഇവരുടെ ഗുണനഫലം, അതായത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2m പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ 2mനെ 2n കൊണ്ട് ഗുണിക്കുന്നു. 2m ഇൻറ്റു 2n അതെന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4 ഇൻറ്റു m ഇൻറ്റു n. 2 ഇൻറ്റു m ഇൻറ്റു 2 ഇൻറ്റു n ആണ് ഇത്. 2 ഇൻറ്റു m ഇൻറ്റു 2 ഇൻറ്റു n ആണ്. അപ്പൊ 2ന് 2 കൊണ്ട് ഗുണിച്ചാൽ 4, പിന്നെ ബാക്കിയുള്ളത് ഇൻറ്റു m ഇൻറ്റു n. അപ്പൊ നമുക്ക് 4mn എന്ന് എഴുതാം. ഇനി 2mനെ 1 കൊണ്ട് ഗുണിച്ചാൽ 2m. 2mനെ ഒന്നിനെ 2n കൊണ്ട് ഗുണിച്ചാൽ 2n. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1. ഓക്കെ. ഇനി ഈ 3 പദങ്ങളിലും 3 ടേംസിലും 2 പൊതുവായതുകൊണ്ട് 2 ഇൻറ്റു ഇവിടെ ബാക്കി 2mn പ്ലസ്
എം പ്ലസ് എൻ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഇതെന്താണ്? ഇത് ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയാണ്. 2നെ എം കൊണ്ട് ഗുണിച്ചു, n കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ഒരു എണ്ണൽ സംഖ്യ കിട്ടും. അതിനെ ഒരു എണ്ണൽ സംഖ്യയോട് കൂട്ടി, അതും എണ്ണൽ സംഖ്യയായിരിക്കും. അതിനെ ഒരു എണ്ണൽ സംഖ്യയോട് കൂട്ടി, അതും എണ്ണൽ സംഖ്യയായിരിക്കും. അപ്പോൾ ഇത് 2mn പ്ലസ് എം പ്ലസ് n ഒരു പൂർണ്ണസംഖ്യ, ഒരു ഇൻറ്റിജർ ആയിരിക്കും. അത് നമുക്ക് k എന്ന് ഉപയോഗിച്ചെഴുതാം. ഇവിടെ 2mn പ്ലസ് എം പ്ലസ് n എന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. Here 2mn plus m plus n is an integer denoted by k. Therefore, ആയതുകൊണ്ട് ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സമം 2k പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഗുണനഫലം 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ മിച്ചം, ശിഷ്ടം, റിമൈൻഡർ 1 കിട്ടും. അതിന്റെ അർത്ഥം ഈ ഗുണനഫലം ഒരു ഒറ്റസംഖ്യയാണ്. ലഭിച്ച ഗുണനഫലം 2k പ്ലസ് 1 എന്ന രൂപത്തിൽ ആയതിനാൽ ഇത് ഒരു ഒറ്റസംഖ്യയാണ്. സിൻസ് the result is in the form 2k plus 1, it is an odd number. അതിനാൽ ഏത് രണ്ട് ഒറ്റസംഖ്യകളുടെയും ഗുണനഫലവും എപ്പോഴും ഒരു ഒറ്റസംഖ്യയായിരിക്കും. Therefore, the product of any two odd numbers is always odd. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 വരുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 തന്നെ ആയിരിക്കും എന്ന് തെളിയിക്കുക. Prove that the product of two numbers which leave a remainder of 1 when divided by 3 will also leave a remainder of 1 when divided by 3. മിച്ചം, അതായത് റിമൈൻഡർ 1 വരുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, പ്രൊഡക്റ്റ്, അതിനെ 3 കൊണ്ട് ഹരിച്ചാലും റിമൈൻഡർ 1 തന്നെ ആയിരിക്കും. ഇത് നമുക്ക് ആദ്യം കുറച്ച് ഉദാഹരണങ്ങൾ വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സംഖ്യ, ഫസ്റ്റ് നമ്പർ 4. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ 4 ഹരിക്കണം 3, റിമൈൻഡർ 1 ആണ്. ഇനി രണ്ടാമത്തെ സംഖ്യ 7. 7 എന്ന് പറയുമ്പോൾ എന്താ? 2 × 3 പ്ലസ് 1, 3 2 6 1 7. അപ്പോൾ നമ്മുടെ റിമൈൻഡർ 1 ആണ്. ഇനി ഇവയെ ഗുണിച്ചാൽ 4 × 7 28. 28നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 1 ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമ്പർ 7, സെക്കൻഡ് നമ്പർ 10. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 9 പ്ലസ് 1.
ഓക്കെ. ഇനി 7 ഇൻറ്റു 10 70. 70നെ നമുക്ക് എങ്ങനെ എഴുതാം? സോറി, അതെ, 23 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോഴും റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 1 ആണ്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കിയാലോ. ഫസ്റ്റ് നമ്പർ 10, സെക്കൻഡ് നമ്പർ 13. അപ്പോൾ അവയുടെ ഗുണനഫലം 10 ഇൻറ്റു 13 130. 130ന് നമുക്ക് 43 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് എഴുതാം. 3 9, 4 3 12. 129 പ്ലസ് 1 130. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 കിട്ടുന്നത് എന്ന് ഈ ഉദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. എല്ലാ ഗുണനഫലങ്ങളെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നു. All the products leave a remainder of 1 when divided by 3. അപ്പൊ ഈ ഗുണനഫലങ്ങളെ എല്ലാം തന്നെ നമുക്ക് ഒരു പൊതുരൂപത്തിൽ എഴുതാം. ഇവിടെ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയതാണ്. അപ്പൊ ഇത് നമുക്ക് 3n പ്ലസ് 1 എന്ന പൊതുരൂപത്തിൽ എഴുതാം. ഓക്കെ, 3 കൊണ്ട് ഹരിച്ച് മിച്ചം റിമൈൻഡർ 1 വരുന്ന സംഖ്യകളെ നമുക്ക് 3n പ്ലസ് 1 എന്ന പൊതുരൂപത്തിൽ എഴുതാം. Any number leaving a remainder of 1 when divided by 3 can be written as 3k plus 1. Okay, k എന്നോ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് രണ്ട് സംഖ്യകൾ വേണം. നമുക്ക് m n എന്നീ ചരങ്ങൾ ഉപയോഗിക്കാം. Let us use variables m and n. ഒന്നാമത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 3m പ്ലസ് 1. രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 3n പ്ലസ് 1. ഇനി ഇവയുടെ ഗുണനഫലം കണ്ടുപിടിച്ചാലോ. ഇവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് 3m പ്ലസ് 1 ഇൻറ്റു 3n പ്ലസ് 1. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3m ഇൻറ്റു 3n. 3m ഇൻറ്റു 3n എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു m ഇൻറ്റു 3 ഇൻറ്റു n ആണല്ലോ. അപ്പോ 3 3 ഗുണിച്ചാൽ 9 ഇൻറ്റു m ഇൻറ്റു n. ഇത് നമുക്ക് 9mn എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 3mനെ 1 കൊണ്ട് ഗുണിച്ചാൽ 3m. 1 ഇൻറ്റു 3n 3n. 1 ഇൻറ്റു 1 1. ഓക്കെ, ഇനി ഇവിടെ ഈ ആദ്യത്തെ 3 ടേംസിലും 3 പൊതുവാണ്. അപ്പോൾ 3 പൊതുവായി എടുത്താൽ ഇവിടെ ഇനി ബാക്കി 3 ആണുള്ളത്. 3mn പ്ലസ് m പ്ലസ് n. പിന്നെ ഒരു ഒന്നും കൂടിയുണ്ട്, പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗം നോക്കൂ. ഈ ഭാഗം നമുക്ക് ഒരു പൂർണ്ണസംഖ്യയാണ്, ഇൻഡിജർ ആണ്. അപ്പൊ അതിന് നമുക്ക് k എന്ന് എഴുതാം. അപ്പോൾ ഗുണനഫലം അതായത് പ്രൊഡക്റ്റ് 3k പ്ലസ് 1 ആയിരിക്കും. ഇവിടെ 3mn പ്ലസ് m പ്ലസ് n എന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. അത് k ഉപയോഗിച്ച് രേഖപ്പെടുത്താം. Here 3mn plus m plus n is an integer which can be denoted by k.
ആയതുകൊണ്ട് ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു 3k പ്ലസ് 1. അതായത് ഗുണനഫലം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ മിച്ചം 1, റിമൈൻഡർ 1 കിട്ടും. ലഭിച്ച ഗുണനഫലം 3k പ്ലസ് 1 എന്ന രൂപത്തിലായതിനാൽ ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1 ലഭിക്കും. Since the result is in the form 3k plus 1, it leaves a remainder of 1 when divided by 3. ആയതുകൊണ്ട് പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. Therefore, the statement is proved completely. Okay. ഇനി നമുക്ക് മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഇതാ, അടുത്തടുത്ത ഏത് 4 എണ്ണൽ സംഖ്യകൾ എടുത്താലും അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലവും നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം 2 ആണ് എന്ന് തെളിയിക്കുക. Prove that for any 4 consecutive natural numbers, the difference between the products of the 2 numbers at the ends and the 2 numbers in the middle is 2. Okay. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുള്ള, അത് 1, 2, 3, 4, ഒന്നാമത്തെ സംഖ്യയെ നാലാമത്തെ സംഖ്യ കൊണ്ട് ഗുണിച്ചാലുള്ള ഗുണനഫലം അതിനെ രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും തമ്മിൽ ഗുണിച്ച ഗുണനഫലത്തിൽ നിന്നും കുറച്ചാൽ 2 കിട്ടും. Consider 4 consecutive numbers. Now, the product of first number and fourth number is subtracted from product of second and third numbers. Then the difference is always 2. നമുക്ക് ഇത് ആദ്യം കുറച്ച് ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് വെച്ച് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിലെ സംഖ്യകൾ, നമ്പേഴ്സ് 1, 2, 3, 4 എന്നെടുക്കാം. അപ്പോൾ നടുക്കുള്ള സംഖ്യകൾ 2, 3, ഇവയുടെ ഗുണനഫലം 2 × 3 6. അറ്റത്തുള്ള സംഖ്യകൾ 1, 4, അവയുടെ ഗുണനഫലം 1 × 4 = 4. വ്യത്യാസം 6 - 4 2. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, നമ്പേഴ്സ് 5, 6, 7, 8 എന്നെടുക്കാം. മിഡിൽ നമ്പേഴ്സ് 6, 7, അവരുടെ പ്രൊഡക്റ്റ് 6 × 7 42. എൻഡ് നമ്പേഴ്സ് 5, 8, their product 5 × 5 × 8 40. ഇനി വ്യത്യാസം എത്രയാണ്? 42 - 40 2. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. സംഖ്യകൾ 10, 11, 12, 13. അപ്പോൾ നടുക്കുള്ള സംഖ്യകളുടെ ഗുണനഫലം 11 × 12 132. അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലം 10 × 13 130. വ്യത്യാസം 2. 132 - 130 2. ഓക്കെ,
അപ്പൊ ഇവിടെ എല്ലാം തന്നെ നമുക്ക് വ്യത്യാസം ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് 2ആണ്. അതുകൊണ്ട് ഇത് ശരിയായിരിക്കുമെന്ന് പറയാം. അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകളെ പൊതുവായി താഴെ പറയുന്ന രീതിയിൽ എടുക്കാം. Let us represent 4 consecutive natural numbers using a variable n. ഇപ്പൊ ഞാൻ ആദ്യത്തെ സംഖ്യ n എന്നെടുത്താൽ ഇത് കഴിഞ്ഞു വരുന്ന സംഖ്യ എന്തായിരിക്കും? n+1 ആയിരിക്കും. പിന്നെ ഉള്ളത് n+2 ആയിരിക്കും. പിന്നെ n+3 ആയിരിക്കും. അപ്പോൾ സംഖ്യകൾ the numbers are n, n+1, n+2, n+3. ഇനി ഇതാണ് നമ്മുടെ നടുക്കുള്ള സംഖ്യകൾ, മിഡിൽ നമ്പേഴ്സ്. നടുക്കുള്ള സംഖ്യകൾ മിഡിൽ നമ്പേഴ്സ് n+1, n+2. ഇനി അറ്റത്തുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാ നമ്പേഴ്സ് അറ്റ് ദ എൻഡ്സ്, n-ഉം n+3. ഇനി നടുക്കുള്ള സംഖ്യകൾ മിഡിൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഗുണനഫലം കാണണം. അപ്പോൾ നടുക്കുള്ളവയുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ n+1 ഇൻറ്റു n+2. അത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n, n². n ഇൻറ്റു 2, 2n. 1 ഇൻറ്റു n, n. 1 ഇൻറ്റു 2, 2. n-നെ n കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണകം, അതായത് കോയഫിഷ്യന്റ്, ഇവിടെയും കോയഫിഷ്യന്റ്, അത് 1ആണ്. ആ 1-നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. അത് നമ്മൾ എഴുതുന്നില്ല. ഇനി n-ന്റെ കൃതി ഇവിടെ 1ആണ്. ഇത് ശരിക്ക് 1 ഇൻറ്റു n റേസ് ടു 1 എന്ന് എഴുതാം. ഇതിന് 1 n റേസ് ടു n എഴുതാം. ഇത് തമ്മിൽ ഗുണിക്കുക എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1, 1, n അതുപോലെ എടുത്തെഴുതുന്നു. പിന്നെ കൃതികൾ തമ്മിൽ കൂട്ടണം. 1ഉം 1ഉം കൂട്ടിയാൽ 2. ഓക്കെ, അപ്പോൾ കോയഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്തു, n എഴുതി. പിന്നെ ഇവയുടെ പവർ എക്സ്പോണന്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n² പ്ലസ് 2n പ്ലസ് n+2 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും നമുക്ക് കൂട്ടാമല്ലോ. 2n-ഉം n എന്ന് പറഞ്ഞാൽ ഒരു n-ഉം കൂട്ടിയാൽ 3n. അപ്പൊ നമുക്കിത് n² പ്ലസ് 3n പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അറ്റത്തുള്ളവയുടെ ഗുണനഫലം n's പ്രൊഡക്റ്റ് സമം n ഇൻറ്റു n+3. അപ്പോൾ n-നെ n കൊണ്ട് ഗുണിക്കുക, അപ്പോൾ n² കിട്ടും. n-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3n കിട്ടും. അപ്പോൾ n² പ്ലസ് 3n. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം സമം നടുക്കിലെ ഗുണനം മൈനസ് അറ്റത്തെ ഗുണനം, അതായത് മിഡിൽ പ്രൊഡക്റ്റ് മൈനസ് എൻഡ് പ്രൊഡക്റ്റ്. അപ്പോ n² പ്ലസ് 3n പ്ലസ് 2 മൈനസ് ബ്രാക്കറ്റിൽ n² പ്ലസ് 3n. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കാം. അതിനുവേണ്ടി മൈനസ് n² മൈനസ് 3n എന്നായി മാറും. ഇനി ഇവിടെ എന്താണ്? n²ഉം മൈനസ് n²ഉം ക്യാൻസലായി, 3n-ഉം മൈനസ് 3n-ഉം ക്യാൻസലായി, ബാക്കിയുള്ളത് 2. അപ്പോൾ നടുക്കിലെ ഗുണനം മൈനസ് അറ്റത്തെ ഗുണനം 2 എന്ന് കിട്ടും. മിഡിൽ പ്രൊഡക്റ്റ് മൈനസ് എൻഡ് പ്രൊഡക്റ്റ് 2 എന്ന് കിട്ടും.
ആയതുകൊണ്ട് അടുത്തടുത്തുള്ള ഏത് 4 സംഖ്യകൾ എടുത്താലും ഈ പ്രസ്താവന എപ്പോഴും ശരിയായിരിക്കും. Therefore, this statement holds true for any 4 consecutive natural numbers. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ n, n+1, n+2, n+3 ആണ് എന്നെടുക്കുക. ഇനി എന്ത് ചെയ്യുക? n ഇൻറ്റു n+2 കണ്ടുപിടിക്കുക. പിന്നെ n ഇൻറ്റു n+3 കണ്ടുപിടിക്കുക. അതേപോലെ ഇതും n+1 ഇൻറ്റു n+2 കണ്ടുപിടിക്കുക. അപ്പോൾ n+1 ഇൻറ്റു n+2 ഇതാണ്, ഇതേ മൈനസ് n ഇൻറ്റു n+3 ഇതാണ്. അത് ചെയ്യുക. അപ്പം നമുക്ക് 2 എന്ന് കിട്ടും. സിമ്പിളാണ് കാര്യം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.